ഹലോ ഹായ് വെൽക്കം ടു സൈ ഹൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് NCESS, അതായത് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് കേരള, ഗവൺമെൻറ് ഓഫ് കേരള നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. നിങ്ങൾക്ക് ഇതിനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കേരള സ്റ്റേറ്റ് സെൻറ്റർ ട്രിവാൻഡ്രമാണ് നൽകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ എർത്ത് സിസ്റ്റം സയൻസ് ഓർഗനൈസേഷൻ, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതും കൂടെയാണ്. സോ NCESS കേൾക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ CVയിലൊക്കെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇൻറ്റേൺഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ അറിയാവുന്ന സ്റ്റുഡൻസും ഇതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. സോ ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ്, ഇവിടെ ഇവർ നൽകുന്നത് സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, ഫെമിലിയർ ആയിട്ടുള്ള ഇന്ന ഫീൽഡ്. സോ ഈ സയൻസ്, എർത്ത് സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന റിസർച്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും ഈവൻ സ്കൂൾ സ്റ്റുഡൻസിനൂടെ എക്സ്ചേഞ്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വിസിറ്റിംഗ് സ്റ്റുഡൻസ് ആയിട്ട് പോകുന്ന അതുപോലുള്ള പല ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നൽകുന്നത്. സോ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കുക. ഇതൊരു ഇൻറ്റേൺഷിപ്പ്, സമ്മർ ട്രെയിനിങ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ പ്രോഗ്രാമുമായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സോ പലതരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. സോ അതിനുവേണ്ടി ഞാൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നൽകുന്നത്. സ്കൂളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, PhD റിസർച്ച് സ്കോളേഴ്സ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസൊക്കെയാണ് അവർ കണ്ടക്ട് ചെയ്യുന്നതും. സോ എക്സ്ചേഞ്ച് ഓൺ ആക്ടിവിറ്റീസ്, ഓൺ ഗോയിങ് റിസർച്ച് പ്രോജക്ട്സിൽ നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നതായിരിക്കും. സോ ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് ഒരു ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പോ ഡെസർട്ടേഷനോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, പ്രോജക്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ CV അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത്, റിസർച്ച് ഫീൽഡിലൊക്കെ ഷൈൻ ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. എസ്പെഷ്യലി ഫോർ സയൻസ് സ്റ്റുഡൻസ് തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. സോ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇത് എന്ന് പറയുന്നത് ഒരു സമ്മർ അല്ലെങ്കിൽ വിൻ്റർ ഇൻറ്റേൺഷിപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ബിക്കോസ് NCESS കേരള നൽകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ഇൻറ്റേൺഷിപ്പ് ഓർ ട്രെയിനിങ് ഓർ ഡെസർട്ടേഷൻ ഫോർ സ്റ്റുഡൻസ് ക്യാൻ ബി സബ്മിറ്റഡ് ഡ്യൂറിങ് February ആൻഡ് സെപ്റ്റംബർ എവറി ഇയർ എന്നാണ് പറയുന്നത്. സോ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ഓഫ് ഫെബ്രുവരി ബൈ ലാസ്റ്റ് ഓഫ്, അതായത് 28 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഡെഡ് ലൈൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അവർ. സോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പോലെയാണ് അവർ നൽകുന്നത്. ദെൻ ഒരു ട്രെയിനിങ്, ഓഫ് കോഴ്സ് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും 2 months. ദെൻ സെപ്റ്റംബർ എന്ന് പറയുന്നത് വിൻ്റർ ഇൻടേക്ക് ആയിട്ടാണ് അവർ എടുക്കുന്നത്. വിൻ്റർ ഇൻറ്റേൺഷിപ്പ് പോലെയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ക്ലിക്ക് ഹിയർ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ലിസ്റ്റാണ്. സോ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ലഭിക്കുക. സോ ഇതിൽ കാണും നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ ഫോം 2025 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗൂഗിൾ ഫോം മാത്രമാണ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. സോ ഓൾറെഡി ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1st February to 28th February. ദെൻ അതുപോലെ തന്നെ ഈ ഇയർ എൻഡായിട്ട് 1st to 30 September വരെയുള്ള ഡേറ്റിലും ഒരു വീണ്ടും ഈ ഒരു രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇതിൽ ഏത് ആയിട്ടുള്ള ടൈം പീരീഡിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന്. ദെൻ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആരൊക്കെയായിരുന്നു, ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ഒരു ലിസ്റ്റ് കാണിച്ചു തന്നല്ലോ. സോ അതുപോലൊരു ലിസ്റ്റ് ആയിരിക്കും കാണിക്കുക. സെലക്റ്റഡ് ആയിട്ട് സ്റ്റുഡൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് അവർ പ്രസിദ്ധീകരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലുള്ള HODയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒഫീഷ്യൽ സീലോ ആയിട്ടുള്ള ടൈം പീരീഡിൽ ഇവിടെ ട്രെയിനിങ്ങിന് എത്തിച്ചേരേണ്ടതുമാണെന്ന് അവർ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഓൺലി ഫോർ സ്റ്റുഡൻസ് ഫോർ ഫൈനൽ അക്സെപ്റ്റൻസ് ഫോർ ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫൈനൽ ഇയർ BSc സ്റ്റുഡൻസിനെ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ 5 year ഇൻ്റഗ്രേറ്റഡ് MSc
ടെക് അല്ലെങ്കിൽ എം.ടെക് സ്റ്റുഡൻസ്, അതായത് 7th to 9th സെമസ്റ്റർ വരെയുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു 7th to 9th ഇൻ ബിറ്റ്വീൻ പീരീഡിലുള്ള സ്റ്റുഡൻസിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ 3rd ഇയർ പഠിക്കുന്ന എം.എസ്.സി അല്ലെങ്കിൽ എം.എസ്.സി ടെക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫ്രം 3rd സെം ടു 5th സെം വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്നവർ. ദെൻ 2nd ഇയർ ആണെങ്കിൽ എം.എസ്.സി എം.ടെക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എം.ടെക് സ്റ്റുഡൻസ് ഫ്രം 2nd to 3rd സെമസ്റ്റർ വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി.എസ്.സി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്, അവരുടെ അടുത്ത് പറഞ്ഞു. ബിക്കോസ് അവർ പറയുന്നുണ്ട് ഇത് ഒരു ഡെസർട്ടേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടെയാണ്. സോ ജനറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് ഇവിടെ എടുത്ത് വായിക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. സോ ആ ഒരു ഗൂഗിൾ ഫോം ക്ലിയറായി മാക്സിമം ആ ഡെഡ് ലൈനിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇത് പാസ് ചെയ്യുക ഇൻഫർമേഷൻ. സോ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അത് മിസ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ഫ്രം ഗവൺമെൻറ് ഓഫ് കേരളയുടെ സൈഡിൽ നിന്ന് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി 2025. സോ അക്കാഡമിക് എക്സലൻസിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ഇമെയിലോ കാര്യങ്ങളോ അവർ സെൻഡ് ചെയ്യില്ല നിങ്ങൾ സെലക്ട് ആയി എന്നൊന്നും പറഞ്ഞിട്ട്. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്, അതായത് ബൈ 1st വീക്ക് ഓഫ് മെയ് അവരെന്തായാലും, അല്ലെങ്കിൽ 1st വീക്ക് ഓഫ് ഡിസംബർ, സോ ഫെബ്രുവരി അല്ലെങ്കിൽ സെപ്റ്റംബറിൻ്റെ ആ ഒരു കേസിലാണ് പറയുന്നത്. സോ ഫെബ്രുവരിയുടെ കാര്യത്തിലാണെങ്കിൽ 1st വീക്ക് ഓഫ് മെയ്യിൽ തന്നെ അവർ പബ്ലിഷ് ചെയ്യും ആ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൂപ്പർവൈസർ ഏത് ഗൈഡിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അവരുടെ ടൈറ്റിൽ ഓഫ് ദർ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ തരുന്നതാണ് പറയുന്നത്. സോ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. സോ ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ആപ്ലിക്കേഷനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ചാൻസ് വരിക. അതുപോലെ തന്നെ വിസിറ്റിംഗ് സ്റ്റുഡൻറ്റ് കമ്മിറ്റിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ സൂപ്പർവൈസർ ആരാണോ അതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുക. ദെൻ വർക്കിംഗ് ഡേയ്സ് എന്ന് അവർ പറയുന്നുണ്ട് 7 to 10 വർക്കിംഗ് ഡേയ്സ് എന്തായാലും ആ വിസിറ്റിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 7 to 10 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പറയും. ദെൻ നോ റിപ്ലൈ ഈസ് റിസീവ്ഡ് ഇഫ് ദ ഓഫർ വിൽ ബി ട്രാൻസ്ഫർ ടു അനദർ കാൻഡിഡേറ്റ്സ്. സോ അത് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു ചാൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരില്ല. സോ നിങ്ങൾ എപ്പോഴും വിസിറ്റ് ചെയ്യുക ഈ ഒരു വെബ്സൈറ്റ്. സോ അതിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ ഈ ഒരു ചാൻസ് വേറൊരു സ്റ്റുഡൻറ്റിനെ പോകും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി നിങ്ങൾക്ക് കിട്ടിയ ഒരു ചാൻസ് ഇല്ലാത്തവൻ. സോ അത് എന്തായാലും ഡെഫിനറ്റായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു ചാൻസസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ സെലക്റ്റഡ് സ്റ്റുഡൻസിന് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ ട്രെയിനിങ്ങിന് ത്രൂ 8 വീക്ക് ട്രെയിനിങ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം ഉണ്ടാവും. സോ കണ്ടിന്യൂസ് ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും അവർ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്റ്റേയും കാര്യങ്ങളോ ഒന്നും തരുന്നതല്ല. സോ ഫീൽഡ് ട്രിപ്പും ചില സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും വിസിറ്റിംഗ് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ. സോ മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അത് മോർണിംഗ് ടൈമിൽ മാത്രമാണെന്നാണ് പറയുന്നത്. സോ അക്കോമഡേഷൻ കാര്യങ്ങളും അവർ തരുന്നതായിരിക്കില്ല. സോ എക്സെപ്ഷണൽ കേസൊക്കെ ഉണ്ടെങ്കിൽ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ പ്രയർ അപ്രൂവലായിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ദെൻ നീഡ് ടു ഇൻഫോം വിസിറ്റിംഗ് സ്റ്റുഡൻസ് കമ്മിറ്റി ആൻഡ് കമ്മിറ്റി വിൽ ബി അറേഞ്ചിങ് പ്രസൻറ്റേഷൻ. അതെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു ഫുൾ പീരീഡ് ഓഫ് ഈ ഒരു വർക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കുന്നതായിരിക്കും. സോ ഒരു 15 to 10 മിനിറ്റ്സിനുള്ള ഒരു വർക്ക് പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നതായിരിക്കും. സോ അത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത്. സോ ഇതിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ കംപ്ലീഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. സോ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ നോക്കേണ്ട കുറച്ച് കൺസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. ഫീയും കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ അക്കോമഡേഷനോ അല്ലെങ്കിൽ ഒരു ടൈപ്പിൻ്റെ എമൗണ്ട് ഒന്നും ഇവിടുന്ന് ലഭിക്കുന്നതല്ല പറയുന്നുണ്ട്. സോ ലാസ്റ്റ് ഇയറിൽ ഇവിടെ 2024 ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ 2025 മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഫ്രീ ആയിട്ടൊരു ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്